BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തെ ആകാംക്ഷയുടെ മുനയിൽ നിർത്തുന്ന ശ്രദ്ധേയമായ പുതിയൊരു പ്രവചനം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. പ്രശസ്ത എഴുത്തുകാരനും പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനുമായ NS മാധവനാണ് ജില്ല തിരിച്ചുള്ള പുതിയ കണക്കുകൾ പങ്കുവച്ചിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വിജയം കൃത്യമായി പ്രവചിച്ച ചരിത്രമുള്ള അദ്ദേഹത്തിന്റെ പുതിയ നിരീക്ഷണങ്ങൾ ഏറെ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇടതുപക്ഷത്തിന് മൂന്നാം ഊഴം ലഭിക്കുമോ അതോ UDF അധികാരം തിരിച്ചു പിടിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകളിലൂടെയാണ് അദ്ദേഹം മറുപടി നൽകുന്നത്. കേരളത്തിൽ LDF മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വിലയിരുത്തൽ. തന്റെ ഇൻസ്റ്റഗ്രാം കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഈ പ്രവചനം നടത്തിയത്. LDF 75 സീറ്റുകൾ നേടി ഭരണം നിലനിർത്തുമെന്നും UDF 65 സീറ്റുകളിൽ ഒതുങ്ങുമെന്നുമാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഈ കണക്കുകളിൽ 3 സീറ്റുകൾ വരെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ LDF 80 സീറ്റുകളുമായി അധികാരത്തിലെത്തുമെന്ന് NS മാധവൻ നേരത്തെ കൃത്യമായി പ്രവചിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDFന്റെ കരുത്തുറ്റ കോട്ടകളായ മലപ്പുറത്തും എറണാകുളത്തും അവർ തങ്ങളുടെ ആധിപത്യം തുടരുമെന്ന് മാധവൻ വ്യക്തമാക്കുന്നു. മലപ്പുറത്ത് 15 സീറ്റുകളും എറണാകുളത്ത് 11 സീറ്റുകളും UDFന് ലഭിക്കുമെന്നാണ് പ്രവചനം. കൂടാതെ വയനാട് ജില്ലയിലെ ആകെയുള്ള 3 സീറ്റുകളും UDF തൂത്തുവാരും. എന്നാൽ ഈ മുന്നേറ്റങ്ങൾക്കിടയിലും തൃശൂർ, കൊല്ലം, തിരുവനന്തപുരം, കണ്ണൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ LDF നടത്തുന്ന വലിയ മുന്നേറ്റമായിരിക്കും ഭരണ തുടർച്ചയ്ക്ക് വഴിമരുന്നിടുക. തിരുവനന്തപുരത്ത് 12ഉം തൃശൂരിൽ 11ഉം കണ്ണൂരിൽ 8ഉം സീറ്റുകൾ LDF നേടുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു. കോട്ടയം, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിൽ LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് NS മാധവൻ പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴയിൽ 5ഉം 4ഉമായി ഇരു മുന്നണികളും നേരിയ വ്യത്യാസത്തിൽ നിൽക്കുമ്പോൾ കാസർഗോഡ് LDF 3ഉം UDF 2ഉം സീറ്റുകൾ നേടുമെന്നുമാണ് കണക്കുകൂട്ടൽ. പത്തനംതിട്ടയിൽ LDF 4ഉം UDF 1ഉം സീറ്റുകൾ വീതം പങ്കിടുമെന്നും അദ്ദേഹത്തിന്റെ ഗ്രാഫ് സൂചിപ്പിക്കുന്നു. ഈ കടുത്ത മത്സരങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ മാറിയ സാഹചര്യങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. NS മാധവന്റെ ഈ പ്രവചനങ്ങൾ കേരളത്തിന്റെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രത്തോളം പ്രായോഗികമാണെന്നത് വിശകലനം ചെയ്യുമ്പോൾ ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചരിത്രപരമായി നോക്കിയാൽ 2021 LDFന് ലഭിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ച 80 സീറ്റുകൾ ഏകദേശം കൃത്യമായിരുന്നു. യഥാർത്ഥത്തിൽ LDFന് 99 സീറ്റുകൾ ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകൾ സാധ്യമാകാൻ ചില സാഹചര്യങ്ങൾ കൂടി ഇക്കുറി അനുകൂലമാകേണ്ടതുണ്ട്. സാധാരണയായി തുടർച്ചയായ 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഒരു ഭരണവിരുദ്ധ തരംഗം പ്രതീക്ഷിക്കാറുണ്ട്. എന്നാൽ ഇത്തവണത്തെ ഉയർന്ന പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലമാകുമെന്നത് നിർണായകമാണ്. ഉയർന്ന പോളിംഗ് പലപ്പോഴും ഭരണമാറ്റത്തിനായുള്ള ജനവികാരമായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ടെങ്കിലും ക്ഷേമ പദ്ധതികളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഗുണഭോക്താക്കൾ വലിയ തോതിൽ വോട്ട് രേഖപ്പെടുത്തിയതാണെങ്കിൽ അത് LDFന് ഗുണകരമാകും. 75 സീറ്റുകൾ എന്നത് കേവല ഭൂരിപക്ഷമായ 71ന് തൊട്ടു മുകളിലായതിനാൽ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലെ ചെറിയ വോട്ട് വ്യത്യാസങ്ങൾ പോലും ഈ കണക്കുകൂട്ടലുകളെ മാറ്റിമറിക്കാം. NS മാധവൻ സൂചിപ്പിക്കുന്നത് പോലെ തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ LDF മേധാവിത്വം നിലനിർത്തിയാൽ അദ്ദേഹത്തിന്റെ പ്രവചനം യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദക്ഷിണ കേരളത്തിൽ NDA പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വിജയത്തെയാണ് ബാധിക്കുക എന്നത് നിർണായകമാണ്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ടുകൾ ഭിന്നിക്കുന്നത് NS മാധവൻ പ്രവചിച്ച 65 മുതൽ 75 എന്ന നേരിയ സീറ്റ് വ്യത്യാസത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. പ്രത്യേകിച്ചും മലപ്പുറം, എറണാകുളം ജില്ലകളിൽ UDF തങ്ങളുടെ ലീഡ് വലിയ തോതിൽ ഉയർത്തുകയാണെങ്കിൽ LDFന്റെ ഭൂരിപക്ഷത്തെ അത് പ്രതികൂലമായി ബാധിക്കാം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഏതു മുന്നണിക്കൊപ്പമാണ് എന്നത് ഫലത്തെ നേരിട്ട് ബാധിക്കും. NS മാധവന്റെ പ്രവചനത്തിൽ UDFന് 65 സീറ്റുകൾ നൽകുന്നത് അവർ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നു എന്നതിന്റെ സൂചനയാണ്. വയനാട് ജില്ല UDF തൂത്തുവാരുമെന്ന നിരീക്ഷണം വടക്കൻ കേരളത്തിൽ അവർക്കുള്ള സ്വാധീനം വ്യക്തമാക്കുന്നു. എങ്കിലും ഭരണ തുടർച്ചയ്ക്കായി LDF മുന്നോട്ട് വയ്ക്കുന്ന നവകേരളം എന്ന കാഴ്ചപ്പാട് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ 75 സീറ്റുകൾ നേടി അധികാരത്തിൽ വരിക എന്നത് അസാധ്യമായ ഒരു കണക്കല്ല. മെയ് 4 വോട്ടെണ്ണൽ ഫലം വരുമ്പോൾ മാത്രമേ ഈ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ കൃത്യത നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കൂ.
കേരളത്തിലെ 140 മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. സർവീസ് വോട്ടുകൾ ഉൾപ്പെടുത്താതെയുള്ള പ്രാഥമിക കണക്കുകൾ പ്രകാരം 79.63% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM വഴി 78.27% വോട്ടുകളും തപാൽ വോട്ടായി 1.36%വുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനവും NS മാധവന്റെ നിരീക്ഷണങ്ങളും കേരളം ആവേശകരമായ ഒരു ഫലപ്രഖ്യാപനത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് സൂചിപ്പിക്കുന്നു. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.